ലീനിയർ ഇലാസ്റ്റിക് ബോഡിയിൽ ഹോക്സ് ലോ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആ ഹോക്സ് ലോ പ്രകാരം സ്ട്രെസ് അറ്റ് എ പോയിന്റ് ഇൻ എ ലീനിയർ ഇലാസ്റ്റിക് ബോഡി എന്ന് പറയുന്നത് സ്ട്രെയിനായിട്ട് സെറ്റ് ഓഫ് ലീനിയർ ഇക്വേഷൻ വെച്ചിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് സ്ട്രെസ് അറ്റ് എ പോയിന്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ അറ്റ് ദാറ്റ് പോയിന്റ്. അപ്പോൾ ആ ഒരു ഇതാണ് ജനറലൈസ്ഡ് ഹോക്സ് ലോ. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് പ്രകാരം ഞാൻ ഇപ്പോൾ ഒരു ബോഡി കൺസിഡർ ചെയ്യുകയാണ്. പോയിന്റ് 1 P1 ലോഡ് ആക്ട് ചെയ്യുന്നു. പോയിന്റ് 1 P1 ലോഡ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പോയിന്റിൽ ഡിഫ്ലക്ഷൻ ഉണ്ടാവും, Δ1. ഈ Δ1 പ്രപ്പോർഷണൽ ടു P1 ആയിരിക്കും. അപ്ലൈഡ് ഫോഴ്സ് P1 ആയിരിക്കും. അപ്പോൾ എങ്ങനെ എനിക്ക് എഴുതാൻ പറ്റും? Δ1 ഈസ് ഈക്വൽ ടു A11 P1, എ കോൺസ്റ്റന്റ് ഇൻറ്റു P1. അപ്പോൾ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് A11 എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻ്റ് എന്നാണ് വിളിക്കുന്നത്. A11 ഈസ് കാൾഡ് ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ അങ്ങനെ പേര് കൊടുക്കാൻ കാരണം, A11 എന്ന പേര് കൊടുക്കാൻ കാരണം ആ ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് പോയിന്റ് 1 ആണ്, ഡ്യൂ ടു ദ ലോഡ് ആക്ടിങ് അറ്റ് ദ പോയിന്റ് 1. ഇനി ആ ഒരു ബോഡി തന്നെ പോയിന്റ് 2 P2 എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ആക്ട് ചെയ്യാണ്. അപ്പോൾ P2 ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് കാരണം പോയിന്റ് 1 ഈ ഒരു പാർട്ട് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായേക്കാം. അതായത് P2 ആക്ട് ചെയ്യുന്നത് കാരണം ഡിഫ്ലക്ഷൻ അറ്റ് പോയിന്റ് 1 ഉണ്ടായേക്കാം. അപ്പോൾ അതിൻ്റെ വാല്യൂ എങ്ങനെയായിരിക്കും? അത് പ്രൊപ്പോർഷണൽ ടു P2 ആയതുകൊണ്ട് തന്നെ A12 P2 എന്നുള്ള വാല്യൂവിലായിരിക്കും ഡിഫ്ലക്ഷൻ അറ്റ് പോയിന്റ് 1 ഉണ്ടാകുന്നത്. അപ്പോൾ A12 എന്നുള്ള പേര് കൊടുക്കാൻ കാര്യം, ഇറ്റ് ഈസ് ദ ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് 1 ഡ്യൂ ടു ദ ലോഡ് 2. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? അതായത് Δ1 എന്ന് പറയുന്ന ഡിഫ്ലക്ഷൻ, ടോട്ടൽ ഡിഫ്ലക്ഷൻ, സം ഓഫ് A11 P1, അതായത് ലോഡ് P1 കാരണമുള്ള ഡിഫ്ലക്ഷൻ പ്ലസ് A12 P2, ലോഡ് P2 കാരണമുള്ള ഡിഫ്ലക്ഷൻ. അപ്പോൾ നമ്മളൊരു ബോഡിയിൽ ഇപ്പോൾ P3 എന്ന് പറയുന്നൊരു ലോഡൂടെ കൺസിഡർ ചെയ്തെന്ന് സപ്പോസ് ചെയ്യുക അറ്റ് പോയിന്റ് 3. അപ്പോൾ സം ഓഫ് അപ്പോൾ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് പോയിന്റ് 1 എന്ത് വരും? Δ1 എന്ന് പറയുന്നത് ആ പോയിന്റ് 1 ലോഡ് കാരണമുള്ള ഡിഫ്ലക്ഷൻ A11 P1, അടുത്ത പോയിന്റ് 2 P2 ആക്ട് ചെയ്യുന്നത് കാരണമുള്ള ഡിഫ്ലക്ഷൻ A12 P2, അടുത്തത് പോയിന്റ് 3 P3 ആക്ട് ചെയ്തത് കാരണം പോയിന്റ് 1 ഡിഫ്ലക്ഷൻ A13 P3. അതുപോലെ Δ2 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ A21 P1, അതായത് പോയിന്റ് P1 ലോഡ് ആക്ട് ചെയ്യുന്നത് കാരണം പോയിന്റിൽ 2 ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ A21 P1. P2 ലോഡ് പോയിന്റ് 2 ആക്ട് ചെയ്യുമ്പോൾ A22 P2 ഡിഫ്ലക്ഷൻ. P3 ലോഡ് പോയിന്റ് 3 ആക്ട് ചെയ്യുന്നു, അപ്പോൾ A23 P3 ഡിഫ്ലക്ഷൻ പോയിന്റ് 2 ഉണ്ടാവും. സിമിലർലി Δ3 എന്ന് പറയുന്നത് എന്തായിരിക്കും? P1 പോയിന്റ് 1 ലോഡ് കാരണമുള്ള പോയിന്റ് 3 ഡിഫ്ലക്ഷൻ A31 P1. P2 ലോഡ് കാരണം പോയിന്റ് 3 ഡിഫ്ലക്ഷൻ A32 P2. അത് പോയിന്റ് 3 P3 ലോഡ് ആക്ട് ചെയ്യുന്നത് കാരണം ഡയറക്റ്റ് ഡിഫ്ലക്ഷൻ A33 P3. അപ്പോൾ ഇത് ജനറലൈസ് ചെയ്ത് ഇപ്പോൾ ഒരു സിസ്റ്റം ഓഫ് n ഫോഴ്സസ് ആക്ട് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു പോയിന്റ് ith പോയിന്റിൽ Δi എന്ന് പറയുന്നത് സം ഓഫ് j ഈക്വൽ ടു 1 to n Aij Pj എന്ന് എഴുതാൻ പറ്റും. സീരീസ് ആയിട്ടുള്ള ചെറിയ ചെറിയ ഡിസ്പ്ലേസ്മെൻറ്റുകൾ സമ്മായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ അവിടെയുള്ള Aij എന്ന് പറയുന്നതാണ് ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻ്റ്. അപ്പോൾ ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻ്റ് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് ദ പാർഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് പോയിന്റ് I ഡ്യൂ ടു അലോങ് ദ ഡയറക്ഷൻ ഓഫ് Pi, ലോഡ് Pi, ഡ്യൂ ടു ദ യൂണിറ്റ് ലോഡ് ആക്ടിങ് അറ്റ് ദ പോയിന്റ് J. ഇങ്ങനെയാണ് ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻ്റ് Aij ഡിഫൈൻ ചെയ്തേക്കുന്നത്. ഇപ്പോൾ ജനറലായിട്ട് പറയാൻ പറ്റുന്നത്, പോയിന്റ് സിസ്റ്റം ഓഫ് ഫോഴ്സസ് 1, 2, 3 എക്സെട്ര ആക്ട് ചെയ്യാണ്, പോയിന്റുകളിൽ ആക്ട് ചെയ്യാണ്, P1 P2 P3 എന്നിങ്ങനെ ആക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എടുത്ത് നോക്കിയാൽ അതിന് ആ ഒരു ഡിസ്പ്ലേസ്മെൻറ്റിന് മറ്റ് പോയിന്റുകളിലെ ഫോഴ്സ് കാരണമുള്ള ഡിസ്പ്ലേസ്മെൻറ്റുകളും സമ്മായിട്ട് വരാം. അതായത് Δ1 കണ്ടുപിടിക്കുമ്പോൾ എന്താ മനസ്സിലായി? ഡയറക്റ്റ് ഫോഴ്സ് കാരണം ഉള്ള ഡിഫ്ലക്ഷൻ പ്ലസ്
മറ്റ് ഫോഴ്സുകൾ കാരണമുള്ള ഡിഫ്ലക്ഷനും കൂടെ വരാം. ഇതാണ് ലീനിയർ ഇലാസ്റ്റിക് ബോഡിയിൽ കണ്ടുവരുന്നൊരു പ്രത്യേകത.